യൂട്യൂബിൽ ഇപ്പോൾ ടെക്കിൽ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര കമ്പാരിസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ വിവോൻ്റെ X200 Pro ആണോ iPhone 16 Pro ആണോ ഉഷാർ എന്നുള്ളതിലേക്ക് ഏതാണ് തീരുമാനിക്കണോ എന്താണെന്നുള്ള അറിയില്ല. ഏതായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ രണ്ടിനും ഉഷാർ കമ്മിയൊന്നുമില്ല. ചിലവർക്ക് iPhone 16 Pro ആണ്, ഐഫോണാണ് ഇപ്പോഴും ഉഷാർ എന്നുള്ള അഭിപ്രായം ഉണ്ടാവും. ചിലർ X200 Pro ഐഫോണിനൊക്കെ കടത്തി വെട്ടി എന്നുള്ള അഭിപ്രായം ഉള്ളവരും ഉണ്ടാവും. ചിലവരാണെങ്കിൽ സാംസങ്ങിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യണത്. എങ്ങനെ നോക്കുകയാണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ മൂന്ന് ഫോണിനും യാതൊരു കുഴപ്പവും കാണില്ല. കുഴപ്പമില്ല പറഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ എല്ലാത്തിനും ഉണ്ടാവും. ഫോണ് മൂന്നും ഉഷാറാണെന്ന് അർത്ഥം. പിന്നെ വിവോനെ പറ്റിയൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ ഈ ചാനലിൽ മുമ്പ് പറഞ്ഞു തന്നെയാണ്, സൈസ് ലെൻസ് പ്രൊവൈഡ് ചെയ്യണ ജർമ്മൻ കമ്പനിയായിട്ട്, അതായത് സൈസിനായിട്ട് കൊളാബറേറ്റ് ചെയ്തതിന് ശേഷം വിവോ തരുന്നൊക്കെ അഫോർഡബിൾ സാധനമാണ്. അപ്പോൾ മുമ്പ് അഫോർഡബിൾ ആയിട്ടുള്ള ഫോണല്ല അതിന് ഇറക്കിയെന്ന് ചോദിച്ചാൽ നമുക്കൊരു 100 റുപ്യക്ക് മന്തി അൽഫാം കിട്ടിയ അങ്ങനെ ഉണ്ടാവും. എന്ന മാതിരിയാണ് വളർച്ച കിട്ടുക എന്ന് കരുതിയാണ്ട് ക്വാളിറ്റിയിൽ അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. സൂപ്പർ ക്വാളിറ്റിയാണ്. ആ ക്യാമറക്കൊക്കെ കിട്ടുന്ന ഒരു പക്വത ഇപ്പോൾ എത്രയാണ്. പണ്ടിപ്പോൾ വിവോയിലൊരു സെൽഫി എടുത്തുള്ള കഥ നിങ്ങൾക്ക് അറിയാനല്ലോ. അപ്പോൾ അതിനൊക്കെ മാറി എത്ര മെച്ചോർഡായിക്കണേ ക്യാമറ ഒക്കെ. അത് വിവോ X60 മുതലാണ് ഇപ്പോൾ തുടങ്ങണേ സൈസിനായിട്ടുള്ള കൊളാബറേറ്റ്. അതിനുശേഷം വിവോ ഇറക്കിയതൊക്കെ അന്തമുള്ള സാധനം എന്ന് പറയില്ലേ, നമുക്കൊരു അന്തം കിട്ടണേ സാധനം. ഈ പ്രോസസ്സറിൻ്റെ കാര്യത്തിലും വീഡിയോ ക്വാളിറ്റീൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ വിവോ ഐഫോണിൻ്റെ ഒപ്പം എത്തിക്കണമെന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുകയെന്ന് വെച്ചാൽ, ഞാൻ റിവ്യൂ കണ്ടപ്പോൾ ഇപ്പോൾ പോർട്രേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ റിവ്യൂന്ന് കണ്ട് മനസ്സിലാക്കണം കേട്ടോ, കണ്ടപ്പോൾ തോന്നിയ കേട്ടോ. അതായത് എഡ്ജ് ഡിറ്റക്ഷൻ്റെ കേസൊക്കെ വരുമ്പോൾ വിവോ ഒന്നുകൂടി മുകളിൽ നിൽക്കുന്നുണ്ട്. ഐഫോണിലൊരു നാച്ചുറൽ സാധനമാണ് കിട്ടുക, നാച്ചുറലിനോട് അടുത്ത സാധനമാണ് കിട്ടുക. വിവോയിലാവുമ്പോൾ ഒരു എഡിറ്റഡ് ഇൻസ്റ്റാഗ്രാമിൽ അച്ചൽക്ക് കൊണ്ടുപോയി അപ്ലോഡ് ചെയ്യാൻ പറ്റിയ സാധനമാണ് കിട്ടുക. എന്തായാലും വിവോക്ക് എഡ്ജ് ഡിറ്റക്ഷൻക്ക് വരുമ്പോൾ വിവോ ഐഫോണിനെക്കാട്ടിൽ ഉഷാറായിട്ട് ചെയ്യുന്നു എന്നുള്ളത് റിവ്യൂ കണ്ടപ്പോൾ മനസ്സിലായി. സംഗതി ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഒരു പോർട്രേറ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണെങ്കിലും ഇനിയിപ്പോൾ ഒരു 2 കൊല്ലം മുമ്പത്തെ കേസ് എടുക്കുകയാണെങ്കിലും വിവോയും പറ്റും, ഐഫോണും പറ്റും, സാംസങ്ങും പറ്റും, ബാക്കിയുള്ളതൊക്കെ പറ്റുന്ന കുറേ ഫോണുകളുണ്ട്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യണ ഈ 3 ഫോണിനെ പറ്റിയാണല്ലോ. അപ്പോൾ ഇത് 3ഉം പോർട്രേറ്റ് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റിയ 3 സാധനങ്ങളാണ്. ഏറ്റവും സെലക്റ്റബിൾ ആയിട്ടുള്ള 3 സാധനമാണ് ഇപ്പോൾ ഈ ഐഫോൺ, വിവോ, സാംസങ് എന്ന് പറയുന്നത്. ബാക്കി വീഡിയോൻ്റെയും പെർഫോമൻസിൻ്റെ ഒക്കെ കാര്യം ഐഫോൺ അതിന് മുന്നിൽ ഞാൻ ബാക്കിയുള്ള കമ്പനി ഇപ്പോൾ സാംസങ് ആണെങ്കിലും വിവോ ആണെങ്കിലും അതിൻ്റെ ഒപ്പം എത്തിക്കണമെന്ന് ചോദിച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. നമ്മൾ പെയിൻറ്റിങ് ഭാഗത്തേക്ക് നിൽക്കണില്ല. നമുക്കിപ്പോൾ ഈ വിവോ X200 Pro Mini എന്നൊക്കെ പറഞ്ഞ മാതിരത്തെ പള്ളർച്ചും ബാറ്ററി ഒക്കെ കിട്ടുന്ന നല്ല ഫീച്ചറൊക്കെ ഉള്ള ഫോൺ കിട്ടിയാൽ നമ്മളത് വാങ്ങും. നമ്മളങ്ങനത്തെ ഒരു കായ് ഉണ്ടെങ്കിൽ കിട്ടും. മറ്റേത് ഇതാണ് മറ്റേതാണ് ഇതിനേക്കാൾ ഉഷാർ എന്നൊക്കെ പറഞ്ഞാണ്ട് അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ. നമ്മൾ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പോകും. പിന്നെ വിവോ വിജയിപ്പിച്ചെടുത്തൊരു സംഗതി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് അധികം ആളുകളും ഫോൺ എടുക്കണത് ക്യാമറ നോക്കിയിട്ട് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഇപ്പോൾ നമ്മൾ തന്നെ ഓരോ ഫോൺ വേണമെന്ന് പറയുമ്പോൾ ആളുകൾ പറയണേ ക്യാമറക്ക് അത്യാവശ്യമുള്ള അത്യാവശ്യം നല്ല ബാറ്ററി ഒക്കെ നിൽക്കണേ എന്നാ പറയുക, ബാറ്ററി അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തു തരാൻ പറയുന്ന ആൾക്കാർ കുറവാണ്, അപൂർവമേ. ബാറ്ററി ഒരു 5000-6000 നല്ല നിൽക്കുമെങ്കിൽ ആ ഫോൺ എടുത്തോ, അങ്ങനത്തെ മതി എന്ന് പറയുന്ന പോലെ കുറവാണ്. ബാക്കിയുള്ളവരൊക്കെ പറയുക എന്താ വെച്ചാൽ ബാറ്ററി വേണം ഓൽക്ക്, എന്നാൽ അതിൻ്റെ കൂടെ നല്ല ക്യാമറ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അത് വിവോ ഇപ്പോൾ ഈ സൈസിനായിട്ടുള്ള സംഗതി, അതായത് വിവോ X60 മുതൽ സൈസിനായിട്ടുള്ള കൊളാബറേറ്റിലൂടെ ആ ഒരു സംഗതി ഹൈ എൻഡ് ഫോണിലൈനും ആദ്യം ഒക്കെ കൊടുത്തിന്. ഇപ്പോൾ അതുപോലെ മിഡ് റേഞ്ചിക്ക് കൂടി കൊടുക്കണം. അതായത് വിവോൻ്റെ V30 Pro, V40 സീരീസിലൊക്കെ എന്തായിക്കണേ സൈസ് ലെൻസ് പോലെ കൊടുക്കണം. അത് വലിയൊരു വിജയമാണ്. അപ്പോൾ മിഡ് റേഞ്ചിലും ക്യാമറ ഭരിക്കണത് വിവോ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ അത് വിവോ വിജയിപ്പിച്ചെടുത്തൊരു സംഗതിയാണ്. നമ്മൾ 30-നും 40-നും ഒരു ഫോണൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ക്യാമറ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ വിവോയ്ക്കാർ അധികം ആൾക്കാരും സജസ്റ്റ് ചെയ്യുക. കാരണം സാധനം ആ ഏരിയയിലും സെറ്റാണ്. ഇപ്പോൾ ക്യാമറ ഭയങ്കര സംഭവമാണെന്നുണ്ടെങ്കിൽ ആളുകൾ പ്രോസസ്സറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അതായത് ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ 7 Gen 3 കൊടുക്കേണ്ട
സ്ഥലത്ത് ഇപ്പോൾ ഒരു സ്നാപ്ഡ്രാഗൺ 7 Gen 2 ഒക്കെ കൊടുത്താലും ക്യാമറ ദമ്മാണെന്നുണ്ടെങ്കിൽ ഉഷാറാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സംഭവമാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. ഏതായാലും അതൊക്കെ നിങ്ങൾക്ക് കിട്ടാന്ന് ഹോംവർക്ക് കുറേ ഉണ്ട് നിങ്ങൾക്ക്. ഇപ്പോൾ ഈ ക്യാമറ ഉഷാറാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സർ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്ന ഈ ഒരു സംഗതി ഉണ്ടല്ലോ, അത് ഫ്ലാഗ്ഷിപ്പ്ക്ക് വരുമ്പോൾ എല്ലാം മര്യാദയ്ക്ക് കൊടുക്കേണ്ടി വരും. ഉള്ള കാര്യം പറഞ്ഞില്ല. ആ വിവോൻ്റെ X200 Pro Miniൻ്റെ ഒരു കണ്ടം കിട്ടിയെങ്കിൽ ഒന്ന് പിടിച്ച് നോക്കിയേനി. ഇൻ ഹാൻഡ് ഫീൽ എങ്ങനെ ഉണ്ട് നോക്കാമല്ലോ.